ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജാതിവെറിക്കും മദ്യപാനത്തിനുമെതിരെ പോരാടിയ നവോത്ഥാന നായകൻ. വടിപിടിക്കാത്ത കേരള ഗാന്ധി. ഇന്ന് കേളപ്പജിയുടെ 45ാം ചരമവാർഷികം. കാലത്തെ അതിജീവിച്ച വീരനായകന് പ്രണാമമർപ്പിച്ച് കാണാം പ്രധാന വാർത്തകൾ. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ബന്ധുക്കളെയെല്ലാം വ്യവസായ വകുപ്പിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചിരിക്കുകയാണ് മന്ത്രി EP ജയരാജൻ എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. കേരള ഗാന്ധി K. കേളപ്പന്റെ 45ാം ചരമവാർഷികം. ജില്ലയിൽ അനുസ്മരണ പരിപാടികൾ നടത്തി വിവിധ സംഘടനകൾ. വാശിയേറിയ മത്സരങ്ങൾക്കപ്പുറം സ്ത്രീജീവിതം തുറന്നുകാട്ടി കേരള ICSE നോർത്ത് സോൺ ഫെസ്റ്റിലെ മത്സരവേദികൾ. വാർത്തകൾ വിശദമായി. മന്ത്രി EP ജയരാജൻ മാനദണ്ഡങ്ങൾ ലംഘിച്ച് തന്റെ ബന്ധുക്കളെയെല്ലാം വ്യവസായ വകുപ്പിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചിരിക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. CPIM തന്നെ നേതൃത്വം നൽകുന്ന ഒരു പ്രക്ഷോഭ സമിതിയാണ് ഈ കമ്പനി പൂട്ടിച്ചത്. ആ കമ്പനിയുടെ ജനറൽ മാനേജരായിട്ടാണ് ലക്ഷക്കണക്കിന് രൂപ ഒരു വർഷം പ്രതിഫലം നൽകിക്കൊണ്ട് EP ജയരാജന്റെ വളരെ അടുത്ത ബന്ധുവായിട്ടുള്ള ഒരു സ്ത്രീയെ, അതും വെറും BCom ബിരുദധാരണി മാത്രമായിട്ടുള്ള ഒരു സ്ത്രീയെ അതിന്റെ ജനറൽ മാനേജരായി നിയമിച്ചത്. EP ജയരാജന്റെ സഹോദരി ഭാർഗവിയുടെ ഭർത്താവ് കുഞ്ഞിക്കണ്ണന്റെ അനുജനും മലപ്പട്ടം സ്വദേശിയുമായ ഉത്തമന്റെ മകൻ ജിൻസനെ വ്യവസായ വകുപ്പിൽ സുപ്രധാന തസ്തികയിൽ നിയമിച്ചിരിക്കുകയാണ്. ഇതുമാത്രമല്ല, EP ജയരാജന്റെ സഹോദരി ഭർത്താവായ കുഞ്ഞിക്കണ്ണന്റെ സഹോദരി ഓമനയുടെ മകൻ മിഥുനും വ്യവസായ വകുപ്പിൽ സുപ്രധാനമായിട്ടുള്ള തസ്തികയിൽ നിയമിച്ചിരിക്കുകയാണ്. കോഴിക്കോട്ടും കൊച്ചിയിലുമാണ് നിയമനം നടന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്ക കാണുന്നത് പോലെ ഈ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ അങ്ങേറ്റത്തെ ആർത്തിയോടുകൂടിയാണ് EP ജയരാജൻ നിലവിലുള്ള ഒഴിവുകളെല്ലാം, വ്യവസായ വകുപ്പിൽ എന്തെല്ലാം ഒഴിവുകൾ ബാക്കിയുണ്ടോ ആ ഒഴിവുകൾ മുഴുവൻ കുടുംബക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. കേരള ഗാന്ധി കേളപ്പജിയുടെ 45ാം ചരമവാർഷികം ഗാന്ധിയൻ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കേളപ്പൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സർവോദയ മണ്ഡലം മുൻ സംസ്ഥാന പ്രസിഡന്റ് KP റഹീം അനുസ്മരണ പ്രഭാഷണം നടത്തി. നടക്കാവ് കോർപ്പറേഷൻ പാർക്കിലെ കേളപ്പജിയുടെ പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചാണ് കേരള ഗാന്ധി കേളപ്പജിയുടെ ചരമദിനാചരണ പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് ഗാന്ധി പീസ് ഫൌണ്ടേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധിഗൃഹത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ സാമൂഹ്യ സാംസ്കാരിക ലോകത്തെ പ്രമുഖർ പങ്കെടുത്തു. സർവോദയ മണ്ഡലം മുൻ സംസ്ഥാന പ്രസിഡന്റ് KP റഹീം കേളപ്പജി അനുസ്മരണ പ്രഭാഷണം നടത്തി. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ച കേളപ്പജിയുടെ പ്രയത്നങ്ങൾ യോഗം അനുസ്മരിച്ചു. സ്വന്തം പിതാവിനെ നിരാശപ്പെടുത്തുന്ന ഈ ഒരു കൃത്യം സംബന്ധിച്ച് വളരെ ബാലൻസ്ഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് കത്തായിട്ട് അദ്ദേഹം അച്ഛന് അയച്ചിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നത് പോലെ ഞാനും ഓർക്കുന്നു. C. കൃഷ്ണൻ മൂസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഗാന്ധി പീസ് ഫൌണ്ടേഷൻ ട്രസ്റ്റ് ട്രഷറർ U. രാധാകൃഷ്ണൻ, മാതൃഭൂമി മുൻ ഡെപ്യൂട്ടി എഡിറ്റർ T. ബാലകൃഷ്ണൻ, സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് T. K. അസീസ്, സെക്രട്ടറി P. ശിവാനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗാന്ധി ജയന്തി വാരാഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ചയും വിപുലമായ പരിപാടികളാണ് ജില്ലയിൽ നടക്കുക. ശനിയാഴ്ച വൈകിട്ട് ലോക്നായക് ജയപ്രകാശ് നാരായണൻ അനുസ്മരണ പരിപാടികൾക്ക് ഗാന്ധിഗൃഹം വേദിയാകും. ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യും. ഇതോടെ ജില്ലയിലെ ഗാന്ധി ജയന്തി വാരാഘോഷങ്ങൾക്ക് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ത്രീകൾക്കു നേരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുകയാണ് കേരള ICSE നോർത്ത് സോൺ ഫെസ്റ്റിലെ ഏകാഭിനയ മത്സരവേദി. വാശിയേറിയ മത്സരങ്ങൾക്കപ്പുറം ദുരിതം അനുഭവിക്കുന്ന ജീവിതങ്ങളിലേക്ക് വെളിച്ചം വീശിയാണ് പല മത്സരങ്ങളും കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്.
കൌമാരകലയുടെ നേർക്കാഴ്ചകൾ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. അവർക്ക് വേണ്ടത് ഒരു സുധാമണിയെയല്ല, ഝാൻസിറാണിയെ, അരങ്ങിൽ സിംഹഗർജനം നടത്തുന്ന ഒരു കഥാപാത്രത്തെ. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പടവാൾ ഉയർത്തിയാണ് സെന്റ് ജോസഫ് ജൂനിയർ സ്കൂളിലെ ഏകാഭിനയവേദി മത്സരാർത്ഥികൾ കൈയടക്കിയത്. അഭിനയത്തിനപ്പുറത്തെ ജീവിതം പച്ചയായി തുറന്നുകാട്ടിയ വിദ്യാർത്ഥികൾക്ക് കാണികളുടെ കയ്യടി മികച്ച പ്രോത്സാഹനമായി. കേരള ICSE നോർത്ത് സോൺ ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ഏകാഭിനയ മത്സരമാണ് വർദ്ധിച്ചുവരുന്ന സ്ത്രീ ദുരിതങ്ങളുടെ നേർക്കാഴ്ച പകർന്നു നൽകിയത്. വേദി 1 മയൂരയിൽ നടന്ന ഏകാഭിനയ മത്സരത്തിൽ നീതി ലഭിക്കാത്ത സ്ത്രീകളുടെ ജീവിതവും ഗോവിന്ദചാമിക്കെതിരെയുള്ള പ്രതിഷേധവും ആളിക്കത്തി. A+ന് പിന്നാലെ പോകുന്നവർക്കുള്ള മുന്നറിയിപ്പും കേരളത്തിൽ യുവാക്കളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന IS പ്രവർത്തനങ്ങളും അഭിനയവേദിയിൽ മാറിമറിഞ്ഞു. നാടോടി നൃത്തവേദിയും സ്ത്രീ ജീവിതങ്ങളിലേക്ക് എത്തിനോക്കിയാണ് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. യാതനകൾ, ദുരിതങ്ങൾ എന്നിവയിൽ നിന്നു മാറി ഉയർത്തെഴുന്നേറ്റ സ്ത്രീകളുടെ തേജസ്സും ധൈര്യവും വികാരങ്ങളും മത്സരാർത്ഥികളുടെ ഓരോ ചുവടുവെപ്പുകളിലും കാഴ്ചക്കാർക്ക് ഹൃദ്യമായി. കാഴ്ചയ്ക്കപ്പുറം കാണികളുടെ പലവിധ വികാര പ്രകടനങ്ങൾക്കും നാടോടി നൃത്ത മത്സരം വേദിയായി. വേദിയിൽ നാടോടി നൃത്തം അരങ്ങേറുമ്പോൾ കാണികളുടെ മുഖഭാവത്തിൽ വികാര പെരുമഴയായിരുന്നു. നൃത്തത്തിലേതുപോലെ ക്രോധം, ഭയം, കരുണ തുടങ്ങിയ രസങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു പലരുടെയും ഭാവങ്ങൾ. വേദി 4 സാരംഗിയിൽ അരങ്ങേറിയ ആൺകുട്ടികളുടെ ഇംഗ്ലീഷ് ലളിതഗാന മത്സരവും ആസ്വാദകരുടെ മനം കവർന്നു. കയ്യടി പ്രോത്സാഹനമാക്കി മത്സരാർത്ഥികൾ വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചത്. ചിത്രം പകർത്തിയും കയ്യടിച്ചും മത്സരത്തിനൊപ്പം ആസ്വാദകരും ഫെസ്റ്റിൽ തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പിച്ചു. ക്യാമറാമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം ശ്രുതി തിരുവമ്പാടി, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുട്ടികളിലെ സർഗാത്മകമായ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കലോത്സവങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ സെന്റ് ജോസഫ് ജൂനിയർ സ്കൂളിൽ നടന്ന കേരള ICSE നോർത്ത് സോൺ ഫെസ്റ്റ് ഇക്സോ ഫെസ്റ്റ് 2016 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ICSE നോർത്ത് സോൺ കലോത്സവം കോഴിക്കോട് സെന്റ് ജോസഫ് ജൂനിയർ സ്കൂളിൽ നടന്നു. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ICSE വിദ്യാലയങ്ങളിലെ കുട്ടികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. 2 വിഭാഗങ്ങളിലായി 600ഓളം കുട്ടികൾ പങ്കെടുത്തു. ടാഗോർ സെന്ററിനറി ഹാളിന് മുൻവശത്തുള്ള സെന്റ് ജോസഫ് ജൂനിയർ സ്കൂളിലെ 6 വേദികളിലായാണ് മത്സരങ്ങൾ ഒരുക്കിയത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഇക്സോ ഫെസ്റ്റ് 2016 ഉദ്ഘാടനം ചെയ്തു. കലാപരമായ കഴിവുള്ള നിരവധി കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. അതാണ് 3 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 60 വർഷം പിന്നിട്ട ഈ സെന്റ് ജോസഫ് ജൂനിയർ സ്കൂള് ഈ വർഷം ആതിഥേയത്വം വഹിച്ചുകൊണ്ട് ഇവിടെ ഭംഗിയായിട്ട് നമുക്ക് ഇന്ന് നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഈ സ്കൂളുമായിട്ടുള്ള ബന്ധം വളരെ നേരത്തെ അറിയുന്ന, ഞാൻ വളരെ നേരത്തെയുള്ളൊരു പൊതുപ്രവർത്തകൻ. 79 മുതൽ ഞാൻ കൗൺസിലറാണ്. എൻ്റെ മകൻ ഒരു വർഷം ഇവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നീട് സെൻട്രൽ സ്കൂളിൽ കിട്ടിയതിന് ശേഷം ഇവിടുന്ന് വിട്ടുപോകാണ്ടായിട്ടുള്ളത്. PTA പ്രസിഡന്റ് റാംസി ഇസ്മായിൽ അധ്യക്ഷം വഹിച്ചു. സെന്റ് ജോസഫ് ജൂനിയർ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സേവ്യർ വലേകം SJ, വൈസ് പ്രിൻസിപ്പൽ ലീഷ്മ NT എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംഘടനാതല ചർച്ചകളും ഭാവി പ്രവർത്തനങ്ങളും ചർച്ച ചെയ്ത് STPI നേതൃസംഗമം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാതല ചർച്ചകളും ഭാവിയിലെ പ്രവർത്തനങ്ങളുമാണ് കോഴിക്കോട് നടന്ന STPI നേതൃസംഗമം ചർച്ച ചെയ്തത്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. വിദേശ സ്വദേശ കുത്തകകളുടെ അധീനതയിലാണ് ഇന്ന് പല ഭൂമികളെന്നും മാറി മാറി വരുന്ന സർക്കാരുകൾ ഭൂപരിഷ്കരണത്തിന്റെ പൊള്ളത്തരങ്ങളാണ് തുറന്നുകാട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് അവർ ഒത്തുതീർപ്പായത് കേരളത്തിൽ 3 സെന്റ് ഭൂമി അത് ഭൂരികതർ കൊടുക്കുക എന്നുള്ളതാണ്.
ഇത് ഏറ്റവും പ്രതിവിപ്ലവമായൊരു മുദ്രാവാക്യമായിരുന്നു, ഒത്തുതീർപ്പായിരുന്നു. കാരണം 3 സെന്റ് കൊടുത്തത് 3 സെന്റോ 5 സെന്റോ 2 സെന്റോ കൊടുക്കുക എന്നതല്ല കേരളത്തിലെ ഭൂമിയുടെ പ്രശ്നത്തിലുള്ള ആത്യന്തികമായ പരിഹാരം. കേരളത്തില് നിങ്ങൾക്കറിയാം 8 ലക്ഷം ഹെക്ടർ നെൽവയലുകൾ കേരളത്തിലുണ്ടായിരുന്നത് ഇന്ന് 5 ലക്ഷത്തിൽ താഴെ ഏക്കറായി, 5 ലക്ഷത്തിൽ താഴെ ഹെക്ടറായി അത് ചുരുങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ഭൂസമരവും SDPI നേതൃസംഗമം ചർച്ചാ വിഷയമാക്കി. ചടങ്ങിൽ SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി അധ്യക്ഷനായിരുന്നു. തുടർന്ന് SDPI സംസ്ഥാന സമിതി അംഗം നസ്രുദ്ദീൻ എളമരം പാർട്ടിയുടെ കർമ്മപരിപാടികൾ അവലോകനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി നജീബ് S, AK മജീദ്, സലീം കാരാടി, സലീം അടിയൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഇനി ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. BCC ഇന്റർനാഷണൽ, ദ ഗ്ലോബൽ സൊല്യൂഷൻ ഫോർ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് നീഡ്സ്. BCC എൻക്ലേവ്, മാവൂർ റോഡ്, കോട്ടലി, കാലിക്കറ്റ്. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. കേരള ഗാന്ധി കേളപ്പജി ദളിതർ എന്നും സ്മരിക്കേണ്ട വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ. കേളപ്പജിയുടെ 45ാം ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേളപ്പജിയുടെ 45ാം ചരമവാർഷിക ദിനാചരണ പരിപാടികൾ കോഴിക്കോട്ട് നടന്നു. നടക്കാവ് ഇംഗ്ലീഷ് പള്ളിക്ക് സമീപമുള്ള കേളപ്പജി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു. ഹരിജനോദ്ധാരണം, ഭൂദാന പ്രസ്ഥാനം, വൈക്കം സത്യാഗ്രഹം എന്നിങ്ങനെയുള്ള കർമ്മ പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകി ദളിത് വിമോചനത്തിന് അടിസ്ഥാനശിലയിട്ട കേരള ഗാന്ധി കേളപ്പജിയെ ദളിതർ എന്നും സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വത്തിനുടമയാണെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ അഭിപ്രായപ്പെട്ടു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹരിജനോദ്ധാരണം, ഭൂദാന പ്രസ്ഥാനം, വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കുന്നതിനു വേണ്ടി ധീരമായ പ്രവർത്തനം കാഴ്ചവെച്ച മഹാനായ കേളപ്പജിയെ ദലിതർ എക്കാലത്തും സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് PT ജനാർദ്ദനൻ അധ്യക്ഷം വഹിച്ചു. നേതാക്കളായ AT ദാസൻ, MK കണ്ണൻ, വേലായുധൻ വേട്ടാത്ത്, ചന്ദ്രൻ കടേക്കനാരി, അഡ്വക്കേറ്റ് മാളു പ്രഭാകരൻ, PP കമല, K പ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ മലബാർ മേഖലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ മലബാർ മേഖലാ പ്രവർത്തക കൺവെൻഷൻ നടന്നത് ഉത്തരമേഖലാ പ്രവർത്തക കൺവെൻഷന് മുന്നോടിയായുള്ള സ്വാഗത സംഘം രൂപീകരണത്തിനു വേണ്ടിയാണ്. ശിക്ഷക സദനിൽ നടന്ന കൺവെൻഷൻ RPI സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് രാംദാസ് വെങ്കിരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തിന്റെ 40-40 വർഷം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം അസ്വസ്ഥനായിട്ട് ശാരീരികമായ അസുഖങ്ങൾ. മേഖലാ സെക്രട്ടറി BM ചന്ദ്രിക അജേഷ്, ദിനേശ് മുണ്ടക്കയം, ബാസി വാഴക്കുളം, സുഭദ്ര മലയമ്മ, KV കിരൺ, TV ബാലൻ പുല്ലാളൂർ, പ്രകാശൻ പടിഞ്ഞാറ്റുമുറി, R രാജമ്മ, KC ചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. സംഘടനയുടെ ഉത്തരമേഖലാ പ്രവർത്തക കൺവെൻഷൻ ഒക്ടോബർ 29 നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 6ാമത് കേരള സംസ്ഥാന മാസ്റ്റേഴ്സ് അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് 2016 ഒക്ടോബർ 8-9 തീയതികളിൽ നടക്കാവ് സ്പോർട്സ് കൌൺസിൽ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നടക്കും. A പ്രദീപ് കുമാർ MLA മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തീർച്ചയായും കോഴിക്കോട് ജില്ലയുടെ നീന്തൽ സ്വിമ്മിങ്ങിന്റെ മേഖലയിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കാൻ ഇത് സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആദ്യമായി കോഴിക്കോട് വെച്ച് നടക്കുന്ന 6ാമത് കേരള സംസ്ഥാന മാസ്റ്റേഴ്സ് അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് 2016 ഒക്ടോബർ 8-9 തീയതികളിൽ നടക്കാവ് സ്പോർട്സ് കൌൺസിൽ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നടക്കും.
25 വയസ്സ് മുതൽ മുകളിലോട്ട് ഓരോ 5 വയസ്സിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം മത്സരം ഉണ്ടായിരിക്കും. 12 വിഭാഗങ്ങളിലായി മുൻ സംസ്ഥാന ചാമ്പ്യന്മാരുൾപ്പെടെ 500ഓളം നീന്തൽ താരങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ന് ശാസ്ത്രത്തിന് സുവർണ കാലഘട്ടമാണെന്ന് മേഖലാ ശാസ്ത്ര കേന്ദ്രം ഡയറക്ടർ VS രാമചന്ദ്രൻ. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ വിജ്ഞാനമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ വിജ്ഞാനമേളയ്ക്ക് തുടക്കമായി. കോട്ടൂളി സരസ്വതി വിദ്യാമന്ദിരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് മേള നടക്കുന്നത്. ഭാരതീയ വിദ്യാനികേതന്റെ കീഴിലുള്ള 41 സ്കൂളിൽ നിന്നായി ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ വിഷയങ്ങളിൽ മാറ്റുരയ്ക്കാൻ 1000-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കാനെത്തിയത്. വിജ്ഞാനമേളയുടെ ഉദ്ഘാടന കർമ്മം മേഖലാ ശാസ്ത്ര കേന്ദ്രം ഡയറക്ടർ VS രാമചന്ദ്രൻ നിർവഹിച്ചു. ശാസ്ത്രത്തിന് സുവർണ കാലഘട്ടമാണിതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കൂടാതെ കുട്ടികൾക്ക് ഇത്തരം അവസരങ്ങൾ നൽകി അവരെ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് നല്ല സംഗതിയാണ്. അത് മാത്രമല്ല, ഇപ്പോഴുള്ള കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഒരുപാട് ശാസ്ത്രം കുറിച്ച് ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് സയൻസ് ഇറ്റ്സ് എ ഗോൾഡൻ എറ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ശാസ്ത്രത്തിന്റെ സ്വർണ്ണ കാലഘട്ടമാണ്. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യക്കാരുടെ പ്രദേശത്ത് പോകാൻ പോകേണ്ടതുണ്ട്. അതിന് പോകേണ്ടത് ഇവിടെയുള്ള കുട്ടികൾ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. ശാസ്ത്ര മേള പറയുന്ന ഈ സയൻസ് എക്സിബിഷൻ ഇത് ചെയ്ത് നോക്കുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു പഠിക്കുന്ന ഒരു സംഗതി കിട്ടും. LP, UP, ഹൈസ്കൂൾ വിഭാഗത്തിൽ നടക്കുന്ന വിജ്ഞാനമേളയിൽ വ്യത്യസ്തതയിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ് വിദ്യാർത്ഥികൾ നടത്തിയത്. മേളയുടെ വിശേഷങ്ങൾ കാണാൻ പൊതുജനങ്ങൾക്കും അവസരമൊരുക്കിയിട്ടുണ്ട്. കൌൺസിലർ ജിഷ ഗിരീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന അധ്യക്ഷൻ AK ശ്രീധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണവും നടത്തി. കേണൽ NRR വർമ്മരാജ, V ബാലകൃഷ്ണൻ, KT രഘുനാഥ്, അനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് ശങ്കരൻ മാസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി കോൾ ഡ്രൈവേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. മാധ്യമപ്രവർത്തകൻ PJ ജോഷ ഉദ്ഘാടനം ചെയ്തു. കവിയും നോവലിസ്റ്റുമായ TP രാജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നാമകരണം നിർവഹിച്ചു. സ്വന്തമായി ഡ്രൈവർമാരെ നിയമിക്കാൻ കഴിയാത്തവർക്ക് സഹായഹസ്തവുമായി കഴിഞ്ഞ 7 വർഷമായി നഗരത്തിൽ പ്രവർത്തിക്കുന്ന കോൾ ഡ്രൈവേഴ്സ് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കായി കോൾ ഡ്രൈവേഴ്സ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. ട്രസ്റ്റിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വർഷത്തിൽ നിർധനരായ 3 പേർക്ക് വീട് നിർമ്മിച്ച് നൽകുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കോൾ ഡ്രൈവേഴ്സ് MD മുജീബ് റഹ്മാൻ അറിയിച്ചു. തീർത്തും അർഹരായവരെ സത്യസന്ധമായ തെരഞ്ഞെടുപ്പിലൂടെ വീടില്ലാത്തവരെ കണ്ടെത്തിയായിരിക്കും വീടുണ്ടാക്കി നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കോൾ ഡ്രൈവേഴ്സ് എന്ന ആശയം തന്നെ വളരെ മികച്ചതാണെന്നും ഇപ്പോൾ സാമൂഹിക സേവന രംഗത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചതും വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി നൽകാൻ തീരുമാനിച്ചതും ഉദാത്തമായ പ്രവർത്തനമാണെന്നും PJ ജോഷ പറഞ്ഞു. കവിയും നോവലിസ്റ്റുമായ TP രാജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നാമകരണം നിർവഹിച്ചു. ട്രസ്റ്റിന്റെ വീൽചെയർ വിതരണം സിറ്റി ട്രാഫിക് പോലീസ് SI PK ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മുജീബ് റഹ്മാൻ, നിഷാദ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഇനി ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. BCC ഇന്റർനാഷണൽ, ദ ഗ്ലോബൽ സൊല്യൂഷൻ ഫോർ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് നീഡ്സ്. BCC എൻക്ലേവ്, മാവൂർ റോഡ്, കോട്ടളി, കാലിക്കറ്റ്. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്. അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷനും ജിസം ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗ്രീൻ ക്ലീൻ കോഴിക്കോട് പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈ വീടും പൂന്തോട്ട മത്സരവും സംഘടിപ്പിക്കുന്നു. കുടുംബശ്രീ, ജിസം, ലെൻസ്ഫെഡ് ബിൽഡ് എക്സ്പോ എന്നിവ സംയുക്തമായാണ് പദ്ധതികൾ സംഘടിപ്പിക്കുന്നത്.
കോഴിക്കോട് ജില്ലയിൽ 2017 ജൂൺ 5 മുമ്പ് 2 ലക്ഷം വ്യക്തികൾ വൃക്ഷത്തൈകൾ നട്ട് www.greencleanearth.org എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ജില്ലയിൽ ഒരു പുതിയ സ്നേഹവീട് സൌജന്യമായി നിർമ്മിച്ചു കൊടുക്കാമെന്ന് ജിസം ഫൌണ്ടേഷൻ. ലെൻസ്ഫെഡ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബിൽഡ് എക്സ്പോ 2016ന്റെയും കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിൽ വരുത്തുന്നത്. ജില്ലയിലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നിവയിലെല്ലാം കൂടിയുള്ള 1502 വാർഡുകളിൽ ഏറ്റവും കൂടുതൽ വ്യക്തികൾ വൃക്ഷത്തൈകൾ അപ്ലോഡ് ചെയ്യുന്ന വാർഡ് ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണ് വീട് നിർമ്മിക്കേണ്ട സ്ഥലവും നൽകേണ്ട വ്യക്തികളെയും തിരഞ്ഞെടുക്കാനുള്ള അർഹത നൽകുക. വൃക്ഷത്തൈ വീട് പദ്ധതിയുടെ വിശദീകരണവും ഹരിത പുരസ്കാരം എന്റെ പൂന്തോട്ടം സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും ഒക്ടോബർ 8 11 മണിക്ക് കോഴിക്കോട് മറൈൻ ഗ്രൌണ്ടിൽ ലെൻസ്ഫെഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബിൽഡ് എക്സ്പോ 2016ന്റെ സെമിനാർ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ ഉജ്ജ്വല റാലി നടന്നു. ചെമ്പതാകയ്ക്ക് കീഴിൽ വർഗ ബഹുജന സംഘടനകളുടെ സംഘബോധം വിളിച്ചോതിയ റാലിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 10,000ങ്ങളാണ് അണിചേർന്നത്. CITU ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ച് കോഴിക്കോട് നടന്ന റാലിയിൽ ജില്ലയിലെ വിവിധ ട്രേഡ് യൂണിയനുകളെ പ്രതിനിധീകരിച്ച് തൊഴിലാളികളും കുടുംബങ്ങളും ഉൾപ്പെടെ 10,000ങ്ങൾ അണിനിരന്നു. തൊഴിലാളികളുടെ വർഗബോധത്തെ വർഗീയ രാഷ്ട്രീയത്തിന് അടിയറവയ്ക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനവുമായാണ് നഗരത്തിൽ റാലി നടന്നത്. വൈകിട്ട് 4 നഗരത്തിന്റെ 4 കേന്ദ്രങ്ങളിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. ചെമ്പതാകയ്ക്ക് കീഴിൽ തളരാതെ വിപ്ലവ ആവശ്യവുമായി സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ തൊഴിലാളി വർഗത്തിന്റെ പരിച്ഛേദമാകെ റാലിയിൽ അണിചേർന്നു. പ്രധാന പ്രകടനം മുതലകുളത്തു നിന്നും തുടങ്ങി CH മേൽപ്പാലം വഴി ബീച്ചിലെത്തി. EMS സ്റ്റേഡിയത്തിന് പടിഞ്ഞാറ് വശത്തു നിന്നും കടപ്പുറം സ്വാതന്ത്ര്യ സമര സേനാനി രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്തു നിന്നും ക്രിസ്ത്യൻ കോളേജിന് സമീപത്തു നിന്നും 3 പ്രകടനങ്ങൾ കടപ്പുറത്തേക്ക് ഒഴുകിയെത്തി. ബാൻഡ് മേളങ്ങളുടെയും ചെണ്ടവാദ്യങ്ങളുടെയും തായമ്പകയുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെയാണ് പ്രകടനം നീങ്ങിയത്. പ്രകടനത്തിന് T ദാസൻ, M ഭാസ്കരൻ, K ചന്ദ്രൻ, CK ഹാജിറ, PP പ്രേമ, RV ആയിഷ ബി, M ധർമ്മജൻ, KK മമ്മു, C കുഞ്ഞമ്മദ്, PA ചന്ദ്രശേഖരൻ, MK രമേശ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. RSSും പോപ്പുലർ ഫ്രണ്ടും പ്രചരിപ്പിക്കുന്ന വർഗീയതയ്ക്കെതിരെ അതത് മതവിഭാഗങ്ങളിൽ നിന്ന് പ്രതിരോധം വളരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CITU കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വശത്ത് RSSും മറുവശത്ത് SDPIയും വർഗീയതയുടെ വിഷവിത്ത് വിതയ്ക്കുന്നതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSന്റെ മറുപതിപ്പാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിലെ SDPI എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSSനെ ചൂണ്ടിക്കാണിച്ച് ഹിന്ദുക്കൾ മുഴുവൻ തീവ്രവാദികളാണെന്നോ SDPIയെ ചൂണ്ടിക്കാട്ടി മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്നോ പറയാൻ കഴിയില്ല. എല്ലാ മതവിഭാഗങ്ങളിലെയും ഭൂരിപക്ഷം മതനിരപേക്ഷതയ്ക്കൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യനായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും മഹാഭൂരിപക്ഷവും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. CITU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ, MLAമാരായ A പ്രദീപ് കുമാർ, K ദാസൻ, മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, ആനത്തലവട്ടം ആനന്ദൻ, CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത പടുകൂറ്റൻ പ്രകടനവും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവൽ ജനം സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് അതിന് ലഭിച്ച അവാർഡുകളെന്ന് വയലാർ അവാർഡ് ജേതാവ് UK കുമാരൻ. കോഴിക്കോട്ടെ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച സ്വീകരണത്തിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വയലാർ അവാർഡ് നേടിയ UK കുമാരന് കോഴിക്കോട്ടെ സുഹൃത്ത് കൂട്ടായ്മയുടെ ആദരം. അളകാവൂരിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ആശംസകൾ നേരാനെത്തി. ശാന്തമാസികയുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. UK കുമാരന്റെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. ചടങ്ങിൽ സിവിക് ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ എ അച്യുതൻ UK കുമാരനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. എഴുത്തുകാരായ ഡോക്ടർ ഗദിജ മുംതാസ്, PK പാറക്കടവ്, AP കുഞ്ഞാമു, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ ബരദൂർ, ഡോക്ടർ K ശ്രീകുമാർ, C ഗണേഷ്, UK കുമാരൻ എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഒത്തുചേരലിനെ കുറിച്ച് സിവിക്ക് സൂചിപ്പിച്ചിരുന്നില്ല. പിന്നീട് ഉച്ചയോടെ ഫേസ്ബുക്കിൽ കണ്ട സുഹൃത്തുക്കളാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു സ്വീകരണം ഉണ്ടല്ലോ, യോഗം ഉണ്ടല്ലോ. പിന്നെ ഇന്നത്തെ പത്രത്തിലെ പരിപാടി നോക്കി പോലും കാണുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പരീക്ഷാ കേന്ദ്രം കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ PSC ഓഫീസിൽ പ്രവർത്തന സജ്ജമായി. 321 പേർക്ക് ഒരേ സമയം പരീക്ഷ എഴുതാവുന്ന ഓൺലൈൻ പരീക്ഷാ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോഴിക്കോട് ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സിവിൽ സ്റ്റേഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നിയമനത്തിന്റെ തുല്യത ഉറപ്പാക്കുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓൺലൈനാകുമ്പോൾ ഒരു വിഭാഗത്തിന്റെ അവകാശം നിഷേധിക്കപ്പെടാൻ ഇടവരുതെന്നും ആദിവാസികളടക്കമുള്ളവർക്ക് തുല്യ അവസരം ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.
പണ്ട് പഠിച്ചാലും അതിനനുസരിച്ചുള്ള ജോലി കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ നടത്തിയ 1935 നിവർത്തന പ്രക്ഷോഭമാണ് PSC രൂപവൽക്കരിക്കുന്നതിന് കാരണമായത്. നിയമനത്തിന്റെ തുല്യത ഉറപ്പാക്കാനായി സ്ഥാപിതമായ PSCയിൽ ഓൺലൈൻ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യ വരുമ്പോൾ ഒരു വിഭാഗം ജനങ്ങളുടെ അവകാശം നിഷേധിക്കാൻ ഇടവരരുത്. ആധുനികവൽക്കരണം പ്രോത്സാഹിപ്പിക്കപ്പെടണം. എന്നാൽ പ്രാന്തവൽക്കരിക്കപ്പെടുന്നവരെ കൂടി ഉയർത്തിക്കൊണ്ടുവരുവാൻ അതിലൂടെ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 321 പേർക്ക് ഒരുമിച്ച് പരീക്ഷ എഴുതാനാകുന്ന KPSCയുടെ ഏറ്റവും വലിയ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രമാണ് കോഴിക്കോട്ടേത്. മലബാറിലെ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകൾക്കായുള്ള സെന്ററിലെ ആദ്യ ഓൺലൈൻ പരീക്ഷ 17 നടക്കും. PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. മന്ത്രി TP രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, MK രാഘവൻ MP, A പ്രദീപ് കുമാർ MLA, PSC അംഗങ്ങളായ ഡോക്ടർ N സെൽവരാജ്, K പ്രേംരാജൻ, ജോയിന്റ് സെക്രട്ടറി KP തങ്കമണിയമ്മ, സാജു ജോർജ്, N രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 35ാമത് കരാത്തെ ഡോ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഒക്ടോബർ 7, 8, 9 തീയതികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമായി 600-ൽ പരം കരാത്തെ അഭ്യാസികൾ പങ്കെടുക്കും. 35ാമത് സംസ്ഥാന കരാട്ടെ ഡോ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഒക്ടോബർ 7, 8, 9 തീയതികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമായി 600-ൽ പരം കരാട്ടെ അഭ്യാസികൾ പങ്കെടുക്കും. ചിൽഡ്രൻ, കേഡറ്റ്, ജൂനിയർ, അണ്ടർ 21, സീനിയർ എന്നിങ്ങനെ വയസ്സിനനുസരിച്ച് വെയിറ്റ് അടിസ്ഥാനത്തിൽ വ്യക്തിഗതവും ടീം ഇനങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി കത്ത, കുമിത്തെ ഇനങ്ങളിലുമാണ് മത്സരങ്ങൾ. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം 8-ാം തീയതി രാവിലെ 9:30 തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. 9-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ക്യോഷി P രാംദയാലിന്റെ അധ്യക്ഷതയിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉമ IPS നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ബന്ധുക്കളെയെല്ലാം വ്യവസായ വകുപ്പിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചിരിക്കുകയാണ് മന്ത്രി EP ജയരാജൻ എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ. കേരളഗാന്ധി K കേളപ്പന്റെ 45ാം ചരമവാർഷികം. ജില്ലയിൽ അനുസ്മരണ പരിപാടികൾ നടത്തി വിവിധ സംഘടനകൾ. വാശിയേറിയ മത്സരങ്ങൾക്കപ്പുറം സ്ത്രീ ജീവിതം തുറന്നുകാട്ടി കേരള ICSE നോർത്ത് സോൺ ഫെസ്റ്റിലെ മത്സരവേദികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.